നമസ്കാരം. മഹാഭാരതത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് അശ്വത്ഥാമാവ് നാരായണാസ്ത്രം പ്രയോഗിച്ചു. ആ നാരായണാസ്ത്രത്തിനുള്ള പ്രത്യേകതകൾ അനുസരിച്ച് പാണ്ഡവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. തിരിച്ച് ആ നാരായണാസ്ത്രം തിരിച്ചു വരികയും അപ്രത്യക്ഷമാവുകയും ചെയ്തു. അപ്പോ വീണ്ടും ഒരിക്കൽ കൂടി ആ നാരായണാസ്ത്രം പ്രയോഗിക്കാൻ ദുര്യോധനൻ അശ്വത്ഥാമാവിനെ പ്രേരിപ്പിച്ചു. എന്നാൽ നാരായണാസ്ത്രത്തിന് ആവർത്തനമില്ലെന്നും ആവർത്തിച്ച് പ്രയോഗിച്ചാൽ അത് പ്രയോക്താവിനെ തന്നെ നശിപ്പിക്കുമെന്നും പറഞ്ഞ് അശ്വത്ഥാമാവ് അതിൽ നിന്ന് ഒഴിഞ്ഞുമാറി. നാരായണാസ്ത്രം ഫലിച്ചില്ലെങ്കിലും ദ്രൗണി പടക്കളം വിട്ടുപോയില്ല. അവൻ അട്ടഹസിച്ചുകൊണ്ട് ദുഷ്ടദ്യുമ്നന് നേരെ പാഞ്ഞെത്തി. അവർ തമ്മിൽ വീറോടെ വാശിയോടെ യുദ്ധം തുടർന്നു. കുതിരകളെയും തേരിനെയും ഒക്കെ നഷ്ടപ്പെടുത്തി. പല പ്രാവശ്യം ദുഷ്ടദ്യുമ്നന്റെ വില്ലു മുറിച്ചു, സൂതനെ കൊന്നു. പിന്നീട് സാത്യകി ദുഷ്ടദ്യുമ്നനെ സഹായിച്ച് രക്ഷിച്ചു. പിന്നീട് സാത്യകിയും ദ്രൗണിയും തമ്മിൽ നടന്ന പോരാട്ടത്തിൽ സാത്യകി അശ്വത്ഥാമാവിനെ പരാജയപ്പെടുത്തി. ദുര്യോധനാദികൾ ഗുരുപുത്രന്റെ രക്ഷയ്ക്ക് എത്തിയെങ്കിലും അവരെല്ലാം സാത്യകിയുടെ ശസ്ത്രപ്രയോഗത്തിന് മുമ്പിൽ നിഷ്പ്രഭരായി. സാത്യകിയോട് എതിർത്ത് 2 പ്രാവശ്യം പരാജയപ്പെട്ടിട്ടും പാണ്ഡവരോടുള്ള പക ഒടുങ്ങാതെ അശ്വത്ഥാമാവ് വീണ്ടും യുദ്ധത്തിനായി വന്നു. ഇപ്രാവശ്യം അവൻ സാത്യകിയുടെ കൊടി മുറിക്കുകയും അസ്ത്രങ്ങൾ മാറിൽ കൊള്ളിക്കുകയും ചെയ്തു. സാത്യകി മോഹാലസ്യപ്പെട്ട് തേരിൽ ഇരുന്നു. ഉടനെ സൂതൻ തേർ തിരിച്ച് പിന്നണിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ദുഷ്ടദ്യുമ്നൻ അശ്വത്ഥാമാവിനോട് ഏറ്റുമുട്ടിയെങ്കിലും തോൽവി സമ്മതിച്ച് പിന്മാറേണ്ടി വന്നു. പാണ്ഡവർ അസാമാന്യമായ അരിശത്തോടെ അശ്വത്ഥാമാവിനോട് ഏറ്റുമുട്ടി. ഭീമൻ, അർജുനൻ, ബൃഹൽക്ഷത്രൻ എന്ന പൗരരാജാവ്, ചേരി രാജാക്കന്മാർ, മാളവാധിപതി, സുദർശനൻ എന്നീ 5 മഹാരഥന്മാർ ഒന്നിച്ചു ചേർന്ന് ദ്രൗണിയെ ആക്രമിച്ചു. ദ്രൗണിയുടെ പോരാട്ടം അവിശ്വസനീയമായ ഉജ്ജ്വലമായ പോരാട്ടമായിരുന്നു. ഒരേ സമയത്ത് 4 ഭാഗത്തു നിന്നും അസ്ത്രങ്ങൾ അയച്ച് അശ്വത്ഥാമാവ് പോരാടി. അവസാനം അവൻ ബൃഹൽക്ഷത്രനെയും മാളവാധിപതിനെയും സുദർശനെയും കൊല്ലുക തന്നെ ചെയ്തു. ഭീമൻ വർദ്ധിച്ച ദേഷ്യത്തോടെ പോരാടാൻ തുടങ്ങി. എന്നാൽ ഭീമന്റെ സൂതൻ അസ്ത്രമേറ്റ് മോഹാലസ്യപ്പെട്ടു വീണു. ആ സമയം കുതിരകൾ തേരും വലിച്ചുകൊണ്ട് പടക്കളത്തിന് പുറത്തേക്ക് പോയി. പാണ്ഡവ സൈന്യം ഇതൊക്കെ കണ്ട് സംഭീതരായി. എന്നാൽ അർജുനൻ പലതും പറഞ്ഞ് അവരെ വീര്യവാന്മാരാക്കി. അർജുനൻ അശ്വത്ഥാമാവുമായി യുദ്ധം തുടങ്ങി. ഈ സമയം അശ്വത്ഥാമാവ് ആഗ്നേയാസ്ത്രം പ്രയോഗിച്ചു. അതിൽ നിന്ന് പലതരത്തിലുള്ള ആയുധങ്ങൾ പാണ്ഡവപ്പടയിലേക്ക് വീഴാൻ തുടങ്ങി. ക്രമേണ അഗ്നിജ്വാല താഴത്തിറങ്ങി വന്ന് പോർക്കളത്തെ ചുട്ടരിക്കാൻ തുടങ്ങി. സൈന്യങ്ങൾ ഓടി രക്ഷപ്പെട്ടു. അഗ്നിസ്ഫുലിംഗങ്ങൾ കൃഷ്ണാർജുനന്മാരുടെ തേരിനെയും മൂടി. അവർ ദഹിച്ചു പോയി കാണുമെന്ന് കണ്ടു നിന്നവരൊക്കെ കരുതി. എന്നാൽ അഗ്നി ശമിച്ച് അസ്ത്രജ്യോതിസ് അന്തർധാനം ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ കൃഷ്ണാർജുനന്മാർ യാതൊരു ആപത്തും ഇല്ലാതെ സുരക്ഷിതരായി തേരിലിരിക്കുന്നതാണ് എല്ലാവരും കണ്ടത്. ഇത് കണ്ട് അത്ഭുതം കൊണ്ടും ആഹ്ലാദം കൊണ്ടും പാണ്ഡവന്മാർ ആർത്തു വിളിച്ചു. കൗരവരുടെ മുഖം വാടി. ദ്രൗണി നിരാശനായി. അവൻ തേര് പിന്തിരിച്ച് പടക്കളം വിട്ടുപോകാൻ തുനിഞ്ഞ സമയത്ത് വ്യാസഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. അശ്വത്ഥാമാവ് വ്യാസനെ വണങ്ങിയിട്ട് താൻ ആഗ്നേയാസ്ത്രം കൃഷ്ണാർജുനന്മാരെ നശിപ്പിക്കാതിരിക്കാൻ കാരണം എന്താണ് എന്ന് അന്വേഷിച്ചു. അതായത് താൻ എയ്ത ആഗ്നേയാസ്ത്രം ശ്രീകൃഷ്ണനെ അർജുനനെ നശിപ്പിക്കാത്തത് എന്തുകൊണ്ട് എന്ന് അന്വേഷിച്ചു. വ്യാസൻ പറഞ്ഞു, കൃഷ്ണാർജുനന്മാർ തപോബല വൈഭവമുള്ള നരനാരായണന്മാരാണ്. അവർ അമിതമായ ശക്തിയുള്ളവരാണ്. പരമേശ്വരന്റെ അനുഗ്രഹം കൊണ്ട് അവർ പുണ്യശാലികളായി തീർന്നവരാണ്. അവരെ ജയിക്കാൻ ആർക്കും സാധ്യമല്ല. അശ്വത്ഥാമാവ് വ്യാസനെ നമസ്കരിച്ചു. അന്നത്തെ യുദ്ധം അവസാനിപ്പിച്ച് കൗരവരും പാണ്ഡവരും അവരവരുടെ ശിബിരങ്ങളിലേക്ക് മടങ്ങി. വ്യാസൻ നേരെ പാണ്ഡവരുടെ അടുത്തേക്ക് പോയി. അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ പൂജിച്ച് സ്വീകരിച്ചു. അർജുനൻ വ്യാസനെ പ്രത്യേകമായി അഭിവന്ദിച്ച ശേഷം സവിനയം ചോദിച്ചു, ഘോരമായി യുദ്ധം നടക്കുമ്പോൾ ഞാൻ ശരങ്ങൾ എയ്ത് ശത്രുക്കളെ വധിക്കുന്ന സമയത്ത് അഗ്നിപ്രഭാവനായ ഒരു പുരുഷൻ എന്റെ മുൻപേ പോകുന്നതായി കാണാം. ജ്വലിക്കുന്ന ശൂലമേന്തി അവൻ ഏത് ദിക്കിലേക്ക് പോകുന്നുവോ ആ ദിക്കിലേക്ക് എന്റെ വൈരിവർഗം തകരുന്നതായി ഞാൻ കാണുന്നു. വൈരിവർഗം എന്ന് പറഞ്ഞാൽ എന്റെ ശത്രുക്കളായിട്ടുള്ളവർ. അവന്റെ പ്രഭാവത്താൽ കയ്യിലുള്ള ശൂലത്തിൽ നിന്നും 1000 ശൂലങ്ങൾ പുറപ്പെടുകയും ചെയ്യുന്നു. മഹാമുനെ, അവൻ വധിച്ച ശത്രുക്കളെ ഞാൻ കൊല്ലുന്നതായി ജനങ്ങൾ
വിചാരിക്കുന്നു. അതായത് അവൻ ആ ശൂലവുമായി പോകുന്ന ആ മഹാമനുഷ്യൻ കൊല്ലുന്ന സൈന്യങ്ങളെ ഞാൻ കൊല്ലുന്നതായിട്ടാണ് ജനങ്ങൾ കാണുന്നത്. അവൻ ഭംജിച്ച പടയെ പിന്നാലെ പോയി ഞാൻ എയ്തു വീഴ്ത്തുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രഭു, ആ ഉത്തമനായ പുരുഷൻ ആരാണെന്ന് ഭവാൻ പറഞ്ഞു തന്നാലും ഞാൻ കണ്ട തേജസ്സുള്ള ആ ശൂലപാണി ആരായിരിക്കും? വ്യാസൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അർജുന, നീ ഭാഗ്യവാൻ തന്നെ. പ്രജാപതികളിൽ പ്രഥമനും തേജസ്സുകൾക്ക് അധീശനും ഭുവനവും സർവലോകങ്ങൾക്കും ദേവനും ഈശാനനും വരദനുമായ ശങ്കരനെയാണ് നീ ദർശിക്കുന്നത്. ശങ്കരൻ എന്ന് പറഞ്ഞാൽ പരമശിവൻ. അദ്ദേഹത്തെയാണ് നീ ദർശിക്കുന്നത്. ഇഷ്ടവരം ഭക്തന്മാർക്കേകുന്ന പല വിധത്തിൽ പുകഴ്ത്തപ്പെടുന്ന വിശ്വമൂർത്തിയാണ് നീ ദർശിച്ചത്. മഹാനായ മഹേശ്വരൻ, ആ ശിവൻ നിന്റെ കൺമുമ്പിൽ വന്നു നിന്നിരിക്കുന്നു. ഹേ കൗന്ദേയ, നീ ശാന്തനായ അവനെ നിത്യവും നമസ്കരിക്കുക. നിന്റെ മുന്നിൽ കണ്ടവനായ ദേവൻ പിനാകി എന്ന പരമേശ്വരനാണ്. അദ്ദേഹമാണ് നിനക്ക് പാശുപതാസ്ത്രം നൽകിയത്. നീ പോയി അദ്ദേഹത്തെ ഒന്നുകൂടി പ്രാർത്ഥിച്ച ശേഷം പൊരുതുക. നിനക്കൊരിക്കലും തോൽവി പറ്റുകയില്ല. പോരെങ്കിൽ നിന്റെ കൂടെ മന്ത്രിയായി രക്ഷ ചെയ്തുകൊണ്ട് ജനാർദ്ദനനും ഉണ്ടല്ലോ. ഇപ്രകാരം പരാശരസുതനായ വ്യാസൻ അർജുനനോട് സംസാരിച്ചിട്ട് ദേവദേവന്റെ ചരിത്രമടങ്ങിയ ശതരുദ്രീയം എന്ന സ്തോത്രം അവനെ കേൾപ്പിച്ചിട്ട് വ്യാസൻ അപ്രത്യക്ഷനായി. അടുത്തത് കർണപർവമാണ്. ഭാരത യുദ്ധത്തിന്റെ 10ാം ദിവസം ഭീഷ്മർ വീഴ്ത്തപ്പെട്ടു. ഉത്തരായനം ആരംഭിക്കുന്നതോടുകൂടി ജീവൻ വെടിയാൻ സന്നദ്ധനായി അദ്ദേഹം ശരശയ്യയിൽ കിടക്കുന്നു. 15ാം ദിവസം ദ്രോണർ വധിക്കപ്പെട്ടു. ഇത് രണ്ടും കൗരവർക്ക് ഒരിക്കലും നികത്താൻ കഴിയാത്ത രണ്ട് മഹാനഷ്ടങ്ങളായിരുന്നു. ഇതോടുകൂടി കൗരവ പരാജയത്തിന്റെ അടിത്തറ ഇളക്കപ്പെട്ടു. ദ്രോണർ മരിച്ച ശേഷം എല്ലാവരും ശിബിരങ്ങളിൽ മടങ്ങിയെത്തി. കൗരവർ വളരെയേറെ വ്യസനത്തിലായിരുന്നു. ആരും ഒന്നും സംസാരിച്ചില്ല. ചൂത് കളിച്ച് പാണ്ഡവരെ തോൽപ്പിച്ചതും പാഞ്ചാലിയെ അപമാനിച്ചതും പാണ്ഡവരെ ഉന്മൂലനാശം ചെയ്യാൻ ശ്രമിച്ചതുമെല്ലാം അവരുടെ സ്മൃതിപഥത്തിൽ കൂടി കടന്നുപോയി. നേരിയ തോതിൽ പശ്ചാത്താപം ഉണ്ടാകാതിരുന്നില്ല. എന്നാൽ അതൊന്നും അവർക്ക് പാണ്ഡവരോടുള്ള പക ഒഴിവാക്കുന്നതിന് പര്യാപ്തമായിരുന്നില്ല. ശിബിരങ്ങളിൽ ഒത്തുകൂടിയ അവരുടെ ആലോചന ഇനി ആരാണ് കൗരവ സൈന്യത്തിന്റെ സർവ്വസൈന്യാധിപൻ ആകുക എന്നതായിരുന്നു. ശല്യർ, കൃതവർമാവ് തുടങ്ങിയ മഹാരഥന്മാരും ഉണ്ടെങ്കിലും കൗരവ സൈന്യത്തെ നയിക്കാനുള്ള കരുത്തും കഴിവും കർണനാണെന്ന് എല്ലാവരുടെയും മനസ്സിലുണ്ട്. എങ്കിലും ആരും ഒന്നും പറഞ്ഞില്ല. അവസാനം ദുര്യോധനൻ മൗനം ഭഞ്ജിച്ചു. അവൻ പറഞ്ഞു, വീരശൂര പരാക്രമികളായ യോദ്ധാക്കളെ, മഹാരാജാക്കന്മാരെ, യുദ്ധം തുടങ്ങിയിട്ട് ഇന്നേക്ക് 15 ദിവസമായിരിക്കുന്നു. ആദ്യത്തെ 10 ദിവസം നമ്മെ നയിച്ച ഭീഷ്മരെ ആണും പെണ്ണുമല്ലാത്ത ശിഖണ്യെ മുൻനിർത്തി അർജുനൻ എയ്തു വീഴ്ത്തി. അദ്ദേഹത്തിന് 10 ദിവസത്തിനുള്ളിൽ യുദ്ധം ജയിക്കാമായിരുന്നു. അതിനുള്ള അദൃശ്യത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത് നടക്കാതിരുന്നതിന് കാരണമായി ദൈവഹിതമെന്നോ കർമ്മഫലമെന്നോ ഒക്കെ പറയാമെങ്കിലും എന്റെ ദൃഷ്ടിയിൽ പ്രധാനമായി 2 കാരണങ്ങൾ കാണുന്നു. ഒന്ന്, പിതാമഹന്റെ വാർദ്ധക്യം. രണ്ടാമത്തേത്, പൗരുഷവും പരാക്രമവും ഒന്നും അദ്ദേഹത്തിന്, അതായത് അദ്ദേഹത്തിന്റെ രണ്ടാമത്തേതല്ല, അദ്ദേഹത്തിന്റെ പൗരുഷവും പരാക്രമവും ഒക്കെ ക്രമേണ നശിച്ചുപോയി. വാർദ്ധക്യത്തിലെത്തിയ ആളല്ലേ. രണ്ടാമത്തെ കാരണം അദ്ദേഹത്തിന് പാണ്ഡവരോടുള്ള വാത്സല്യം. അവരെ അദ്ദേഹം ശത്രുക്കളായി കരുതിയില്ല. ഏതായാലും അദ്ദേഹത്തിന്റെ വത്സലപുത്രന്മാർ തന്നെ അദ്ദേഹത്തെ വീഴ്ത്തി. അടുത്ത 5 ദിവസത്തിൽ നമുക്ക് നേതൃത്വം തന്നത് ദ്രോണാചാര്യരായിരുന്നല്ലോ. ദേവന്മാർക്ക് പോലും അജയ്യനായ അദ്ദേഹത്തിന് യുദ്ധം ജയിക്കാൻ കഴിഞ്ഞില്ല. ഭീഷ്മ പിതാമഹൻ ഉണ്ടായിരുന്ന അതേ ദോഷങ്ങൾ തന്നെ അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു. ഒന്ന്, വാർദ്ധക്യം. 2, പുത്രനേക്കാൾ സ്നേഹിച്ച ശിഷ്യനും അവന്റെ ഭ്രാതാക്കളും അദ്ദേഹത്തിന്റെ മറ്റു ശിഷ്യന്മാരെയും ശത്രുക്കളായി കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതായത് ഭീഷ്മർ ചെയ്തത് അദ്ദേഹത്തിന് ഒന്നാമത് വാർദ്ധക്യം, അദ്ദേഹത്തിന്റെ പൗരുഷവും ശക്തിയും ഒക്കെ ചോർന്നു പോയ സമയം. രണ്ടാമത് അദ്ദേഹത്തിന് പാണ്ഡവരോട് പുത്രനിർവിശേഷമായ വാത്സല്യം ഉണ്ടായിരുന്നു. അവരെ ശത്രുക്കളായി കണ്ടിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം 10 ദിവസം ഈ 10 ദിവസത്തെ യുദ്ധം കൊണ്ട് അദ്ദേഹത്തിന് ജയിക്കാമായിരുന്നു.
എന്നിട്ടും അദ്ദേഹം അത് ചെയ്തില്ല. ഇത് ദുര്യോധനന്റെ വിശ്വാസമാണ്. അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത നമ്മുടെ സർവ്വസൈന്യാധിപനായത് ദ്രോണാചാര്യരാണ്. അദ്ദേഹവും ഇതുപോലെ തന്നെ ദേവന്മാർക്ക് പോലും അജയ്യനായ അദ്ദേഹത്തെയും വാർദ്ധക്യം പിടികൂടിയിരുന്നു. രണ്ടാമത് തന്റെ പുത്രനേക്കാൾ അദ്ദേഹം സ്നേഹിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യനായ അർജുനനും അവന്റെ ഭ്രാതാക്കളെ മറ്റു ശിഷ്യന്മാരെയും വധിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. അപ്പൊ അവര് രണ്ടുപേരും വീണു കഴിഞ്ഞിരിക്കുന്നു. അടുത്ത് നമുക്ക് മൂന്നാമതായിട്ട് കൗരവരുടെ സർവ്വസൈന്യാധിപനാകാൻ ആരാണ് നല്ലത് എന്നാണ് അവര് കൂടി ആലോചിച്ചത്. ഇതിനോടകം നമുക്ക് ശത്രുക്കളുടെ വലിയൊരു വിഭാഗം സൈന്യത്തെ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പാണ്ഡവരോട് യഥാർത്ഥ ശത്രുത പുലർത്തുന്ന ഒരു സേനാനായകൻ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് പാണ്ഡവരെ ഇനിയും വകവരുത്താമെന്നാണ് എന്റെ വിശ്വാസം. അത്രയുമാണ് ദുര്യോധനൻ പറഞ്ഞത്. നമ്മുടെ സൈന്യത്തെ ഇത്തരത്തിൽ നയിക്കാൻ കഴിയുന്ന ഏക വ്യക്തി കർണനാണ്. അവന് തുല്യനായ ഒരു മഹാരഥൻ ത്രിഭുവനങ്ങളില്ല. ത്രിഭുവനം എന്ന് പറഞ്ഞാൽ 3 ലോകത്തും ഇല്ല. ഭൂമി, സ്വർഗം, പാതാളം, ഈ 3 ലോകത്തും അവനോടും തുല്യനായ ഒരുത്തൻ ഇല്ല. അതുകൊണ്ട് കർണനെ കൗരവരുടെ സർവ്വസൈന്യാധിപനാക്കാം. കർണൻ യുദ്ധത്തിൽ പാണ്ഡവരെയും അവരുടെ സഹായികളെയും കൊന്നൊടുക്കുമെന്നാണ് എൻ്റെ ആഗ്രഹവും അഭിപ്രായവും. കേട്ടിരുന്നവരെല്ലാം തലകുലുക്കി സമ്മതിച്ചു. ദുര്യോധനന്റെ അഭിപ്രായം എല്ലാവർക്കും സ്വീകാര്യമായി. കുറച്ചു നേരത്തേക്ക് സദസ്സ് നിശബ്ദമായി. കർണന്റെ തല ഉയർത്തി അവൻ പറഞ്ഞു, ദുര്യോധന, ഞാൻ ഭവാന്റെ സേനാനായകനാകാം. ഞാൻ കൃഷ്ണനോട് കൂടിയ പാർത്ഥനെയൊക്കെ ജയിക്കാം. അങ്ങേക്ക് സ്ഥൈര്യം ഉൾക്കൊണ്ടാലും ജയിച്ചു എന്ന് തന്നെ വിശ്വസിച്ചു കൊള്ളുക. എല്ലാവരും ആഹ്ലാദചിത്തരായി കർണനെ ജയ് വിളിക്കാൻ തുടങ്ങി. ഉടൻ തന്നെ വിധിപ്രകാരം കർണനെ സർവ്വസൈന്യാധിപനായി അഭിഷേകം ചെയ്തു. സ്വർണം, പശുക്കൾ എന്നിവ വിപ്രന്മാർക്ക് നൽകി സൂതപുത്രൻ ആശീർവാദം വാങ്ങി. അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ. അടുത്തത് 16-ാം ദിവസത്തെ യുദ്ധമാണ്. അന്ന് കർണൻ കൗരവരുടെ സർവ്വസൈന്യാധിപനാകുന്ന ദിവസമാണ്.